ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിട് മഞ്ചരിയുടെ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കിന്. മലയാളം പോലൊരു ഭാഷ കേട്ടോ ഈ ലോകത്തില്ല എന്ന് വേണം നമുക്കിപ്പോ പറയാനായി. ശരിയാ, ഉഗ്രം ഭാഷ. ബസ് ഇപ്പോൾ വരുമോ സഹോദര? ബസ് പോലോന്ന് അറിയത്തില്ല, ഒരു വാള് വരും. പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കനീ. എവിടെ പോകുന്നു സഹോദരൻ? ഞാൻ എങ്ങും പോണില്ല, ഞാനിപ്പോ അപ്പുറം വരെ പോയിച്ചു വന്നാ. എന്താണ്? ഞാനിപ്പോ എങ്ങും പോണില്ല, ഞാൻ അപ്പുറം വരെ പോയിച്ചു വന്നാന്ന്. മലയാളത്തിലുള്ള പരിജ്ഞാനം കുറവാണല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ കർത്താവ് ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം. ഞാനൊരു മലയാളം അധ്യാപകനാണ്, അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. സ്നതകാകളി വൃത്ത അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കൂ, ഞാൻ ചോദിച്ച ചോദ്യം എന്നോടൊന്ന് ചോദിക്കൂ. അല്ല, ഞാൻ ചോദിക്കും, താങ്കൾ എവിടെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോ താങ്കൾ ഞാൻ എവിടെ പോവാടേ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എന്നോടൊന്ന് ചോദിക്കൂ, താങ്കൾ എവിടെ പോകുന്നു? ഞാൻ ആലപ്പുഴ വരെ പോകുന്നു. അതിൽ ഞാൻ കർത്താവാണ്. ആലപ്പുഴ വരെ എന്നുള്ളത് കർമ്മമാണ്, പോകുന്നു എന്നത് ക്രിയയാണ്. നമ്മൾ എന്ത് സംസാരിച്ചാലും അതിൽ കർത്താവ് ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അവിടെ സ്നതക അങ്ങനെ പറയരുത് സുഹൃത്ത്. അപ്പുറത്ത് അങ്ങനെയൊന്നും അല്ല മലയാളം സംസാരിക്കും. എങ്ങനെയാ മലയാളം സംസാരിക്കുന്നത് ചോദിക്കൂ എന്നോട്. അതുപോലെ താങ്കൾ എവിടെയാ താമസിക്കുന്നത്? ഞാൻ തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ താമസിക്കുന്നു. അതിൽ ഞാൻ കർത്താവാണ്. തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ എന്നുള്ളത് കർമ്മമാണ്, താമസിക്കുന്നു എന്നുള്ളത് ക്രിയയാണ്. നമ്മൾ എന്തും അതുപോലെ വേണം മുന്നോട്ട് സംസാരിച്ച് പോകാനായിട്ട്. മനസ്സിലായില്ലേ? മലയാളത്തിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത്. അതാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും കർത്താവ്, കർമ്മ, ക്രിയ ഇത് വേണം. എന്താണ് സഞ്ചിക്കുള്ളിലിരിക്കുന്നത് സഹോദര? അത് കർത്താവ് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. കർത്താവ് പച്ചക്കറി മേടിച്ചിട്ട് വന്നു എപ്പോ? ആ കർത്താവല്ല, സാറിപ്പോ പറഞ്ഞില്ലായിരുന്ന കർത്താവ്, കർമ്മം, ക്രിയൊക്കെ വേണമെന്ന് സംസാരിക്കുമ്പോ അതിലെ കർത്താവായ ഞാൻ കുറച്ച് പച്ചക്കറി, അതായത് കർമ്മമായ പച്ചക്കറി ക്രിയ ചെയ്തുകൊണ്ട് വന്നതാ. മനസ്സിലായോ? നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അതിനുള്ള പരിജ്ഞാനം കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ വെറുതെ പച്ചക്കറി മേടിച്ചു, കർത്താവ് പച്ചക്കറി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളത്തിൽ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാവണം. മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം. ചുമ്മാ കർത്താവ് പച്ചക്കറി മേടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് വന്നിരിക്കുക. എന്നോട് താങ്കൾ ഇനി ഒരു വാക്ക് പോലും സംസാരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു സംശയം ചോദിക്കാമല്ലോ. എന്താണ് സംശയം? ഈ കർത്താവ് പച്ചക്കറി മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്ര കുഴപ്പമില്ല. കർത്താവ്, കർമ്മം, ക്രിയയുടെ പ്രശ്നം തന്നെ ഇപ്പൊ. അത് നമ്മൾ മലയാളത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞാൻ പോകുന്നത് വരെ, ബസ് വരുന്നത് വരെ ഒരക്ഷരം പോലും താങ്കളോട് സംസാരിക്കാൻ പാടില്ല. കാരണം തനിക്ക് കർമ്മമുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർമ്മമുള്ള എന്തെങ്കിലും ഒരു വാചകം താങ്കളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും പറ്റുവെക്കല്ലേ? അടിപൊളിയായിട്ട് സംസാരിക്കാം. എന്റെ വല്യമ്മ മരിച്ചുപോയി. ഞാനൊരു മലയാള അധ്യാപനം മാത്രം കാലവാരി അടിക്കുന്നു. എന്റെ വല്യമ്മ മരിച്ചു, അതിലെവിടെയാണാ കർമ്മം? അങ്ങനെ പറയല്ലേ. എന്റെ വല്യമ്മ മരിച്ചു കഴിഞ്ഞ 16 ദിവസം കർമ്മത്തോട് കർമ്മമായിരുന്നു. അതിനകത്ത് കർമ്മമില്ലെന്ന് പറഞ്ഞാണല്ലോ എന്റെ സ്വഭാവം മാറി. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോകുന്നത് വരെ ഒരു അക്ഷരം പോലും താങ്കളോട് മിണ്ടാൻ പാടില്ല. മലയാളത്തെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ഒരാള് മലയാള അധ്യാപകരോട് സംസാരിക്കാൻ പാടില്ല. കർത്താവ്, കർമ്മം, ക്രിയ ഇതില്ലാതെ എന്നോട് ഒന്നും സംസാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇരിക്കുകയാണ് മലയാളത്തിന്റെ കർത്താവ്, കർമ്മം, ക്രിയ. അല്ല, ഞാൻ ഒരു കാര്യം, കർത്താവുണ്ടോ? ഇല്ലല്ലോ. മിണ്ടരുത് എന്നോട്. അല്ല, ഞാൻ ക്രിയ ഉണ്ടോ? അതില്ലല്ലോ. ഒന്നും സംസാരിക്കണ്ട. കർത്താവ്, കർമ്മം, ക്രിയ ഇത് മൂന്നുള്ള ഐറ്റംസ് വിടുവാ, നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കണ്ട. കർത്താവ്, കർമ്മം, ക്രിയ അല്ല ഈ ഐറ്റംസ്. കർത്താവിന് വിചാരിച്ചൊന്നും മിണ്ടാതിരിയടാ കേട്ടോ. ഞാനൊരു മലയാള അധ്യാപകനാണ്, അതുകൊണ്ടാണ്. അതായിപ്പോ വരുന്നില്ലല്ലോ ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ. അതാണ് ഇപ്പൊ ഒരു കർത്താവ്, കർമ്മം, ക്രിയ. രാവിലെ ഇറങ്ങിയേക്കുവാ, വേറെ ഒരു പണിയില്ല. പോയോ? കർത്താവ് മൂക്കും കുത്തി വീഴും ഇപ്പൊ. കർത്താവ് നമ്മുടെ എന്താണ്? ഒന്നുമില്ല. വലിയ പുള്ളിയാ. കർത്താവ്, കർമ്മ, ക്രിയ മൂന്നെണ്ണായിട്ട് നടക്കുന്ന ടീമാ.
പുള്ളിയാ. എന്താ ഇത്? കർത്താവ് കർമ്മക്രിയ ആ സാധനം ഇപ്പൊ കേട്ട. എന്ത് ചെയ്യാനാന്ന് പറയുന്ന ഒരു മനുഷ്യനെ. ആ ഉറങ്ങിക്കോ, കർത്താവിരുന്ന് ഉറങ്ങിക്കോ. സാറിന്റെ കർമ്മം കൊണ്ടാവും പോയി. ആ കൊള്ളാം. കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. അല്ല എന്നാ ചോദിച്ച? അല്ല ആലപ്പുഴക്കുള്ള ബസ് പോയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല പോയിട്ടില്ല. അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് പോവായിരുന്നേ. അയ്യോ എന്റെ കയ്യിൽ ഇരുന്ന പേഴ്സ് അവിടെ. അതാ കള്ളം കൊണ്ടുപോയി. കള്ളം കൊണ്ടുപോയെന്നോ? എടാ ദുഷ്ടാ, നിന്റെ കണ്ണിന്റെ മുന്നിൽ നല്ലോണം കള്ളൻ എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയത്. ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ? എനിക്ക് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നതിനകത്ത് കർത്താവ് ഏതാ, ക്രിയ ഏതാ, കർമ്മം ഏതാന്നറിയാതെ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നത്? എന്റെ കർത്താവേ, ഇത് പൗഡർ നല്ല നല്ല പണമുണ്ട്. സന്തോഷമായില്ല, നിനക്ക് എടുക്കട്ടെ, സന്തോഷമായില്ല. നമ്മുടെ വീട്ടില് പണിക്കുന്ന രാജമ്മയില്ലേ, രാജമ്മയുടെ മോൻ രാജപ്പനായത്. നിങ്ങളുടെ മാമ എന്റെ വീട്ടിൽ പണിക്ക് നിന്നിട്ടുണ്ടോ? ഞങ്ങളുടെ മാമല്ല, നിങ്ങളുടെ മാം. നിനക്ക് മനസ്സിലായില്ലടാ? ഞാൻ റായപ്പനല്ല, ജപ്പാൻ. നീ തന്നെ നിന്റെ തലയുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ? ചകിരി തല തന്നു നിന്നത്. എനിക്ക് സമയമുള്ള നിങ്ങൾക്ക് ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലായില്ലടാ? നിനക്ക് ജോലിക്ക് പോയാ എല്ലാ സഹായം ചെയ്യുന്നത് നമ്മളല്ലേ? ആര് ചെയ്തെന്ന്? കള്ളം മാത്രം പറയരുതേ, കള്ളം പറയരുത്. ആര് ചെയ്തു? ആര് ചെയ്തു? ഇവിടെ സമയം ബേസിച്ച് ഞാൻ വരുന്ന ആഴ്ച പോവാ. നന്നായി പോയിട്ട് അതിന് പൈസ അടച്ചില്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. പൈസ പൈസ അയ്യോ ചേട്ടാ, അത് എന്നെ സഹായിക്കുന്നത് ഞാനൊരു അപ്പത്തിയോണ്ടൊരു എനിക്ക് തിരിച്ചു പോകാൻ 5 പൈസ ഇല്ല. എന്റെ അത് കൊണ്ടുവന്ന കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അവന്മാർക്കും എല്ലാം അടിച്ചു പൊളിച്ച് പൈസ മുഴുവൻ പോയി. ഞാനിപ്പോ അവന്മാർ എന്നെ കാണുമ്പോണ്ടല്ലോ മുങ്ങി നടക്കുക. എന്നെ ഒരു പാവം പോലും കാണിക്കുന്നില്ല എന്നെ കണ്ടതായിട്ട്. പാവം പോകുന്നേട്ടാ, എന്തെങ്കിലും കൊടുക്കു പോകുന്നേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പൈസയായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ വള തരട്ടെ, ഇതുകൊണ്ട് ഒപ്പിക്കാവോ? അറിയല്ലേ, സങ്കടം വരും. കഴിഞ്ഞ തവണ കൊണ്ട് ഇത് തന്നിട്ടില്ല. ആദ്യം ഗൾഫിലൊക്കെ പോയി നന്നായിട്ട് ജീവിക്കുക. പോണതിന് മുമ്പേ തണ്ട ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം, എന്നിട്ട് സ്വയമേ ഒന്ന് ഒതുക്കണം കേട്ടോ. ആ ചെല്ലു ഓർമ്മയൊക്കെ വരും. നീ തിരിച്ചു വരുമ്പോ ഓർമ്മ കാണുമോ? ഇതാ ചില ഗൾഫുകാരുടെ കുഴപ്പം. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കാശ് മുഴുവൻ നാട്ടിലെ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് അങ്ങ് ചെലവാക്കും. അതെ, ഗൾഫിൽ നിന്ന് വരുന്ന ചേട്ടന്മാരോട് ഒരു വാക്ക്, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ ചെലവാക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചാലേ നമുക്ക് കൊള്ളാം. എങ്ങോട്ടാ ചേട്ടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് എത്രയോ? എവിടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ 65 രൂപ.
65 രൂപ. ഈ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് 65 രൂപ. 65 രൂപയാവും. ഓ എന്റെ ചേട്ടാ, പെട്രോളിന്റെ കാശെ കുറച്ചില്ല, എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പാടില്ലേ? ചേട്ടാ, അപ്പൊ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണത്? എന്താണ്? ഇന്ത്യ ADB കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ടത്തരമൊന്നും ചേട്ടൻ തോന്നണല്ലേ? അത് മാത്രമല്ല, നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തീവ്രവാദികളാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതൊക്കെ എന്റെ അടുത്ത് പറയണ എന്തിനാണ്? ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് കാശ് കൂടുതൽ മേടിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ ചേട്ടാ. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേന് എത്രയോ? ലഗേജിന് പൈസ ഒന്നും വേണ്ട. ലഗേജ് ഫ്രീ. എന്നാ ഈ സാധനം വെച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേക്ക്. അപ്പൊ ചേട്ടൻ പറ്റില്ല. ഞാൻ പറ്റില്ല, ഞാൻ ബസ്സിന് വന്നോളാം പറയില്ലേ. ചേട്ടന്റെ വണ്ടിക്ക് കാശ് തരണ്ടല്ലേ ലഗേജിന്? അയ്യാ, അത് പറ്റൂല. എടാ വെപ്പ എനിക്ക് ജീവിക്കണ്ടേ? കാലത്ത് കൂടായ്പായിട്ട് ഇറക്കിയല്ലേ ഞാൻ എടുത്തോളാം, ഞാൻ അല്ല പിന്നെ കർത്താവെ, കോളടിച്ചല്ല, ജപ്പാൻകാരനല്ല. ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും. ഹലോ, കർത്താവെ, ഗോൾഡ് ഫിൽറ്ററിന് അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ചാങ്ചി ചുങ്ചിന്ന്. അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞെന്നാവോ? ഒരു പണിയോ ഒരു ഐഡിയ ഉണ്ട്. അയ്യോ, അത് തെറിയായിരുന്നു. ഹലോ, എവിടെയാണ് പോണ്ടത്? എന്തായിരുന്നു എന്നത്? ഈ സാധനത്തിനെ കൊണ്ട് ചിറ്റിയല്ലേ. എവിടെ പോണം? എവിടെ പോണം? മാമന്റെ വീട്ടിൽ പോണം. അങ്ങനെ മലയാളത്തിൽ പറ. എവിടെ പോണം? മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ? മാമന്റെ വീട് വഴി നേരെ പോണം. അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോണോ? എന്റെ ദൈവമേ, മാമന്റെ വീട്ടിൽ പോണം. പോകാ കേറ് കേറ്. Come on, മാമന്റെ വീട്ടിലല്ലേ? അപ്പാപ്പന്റെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടാക്കി തരാം. ഇത് എന്ത് വണ്ടിയാണ് ഇത്? സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പ്. എന്താണ്? അമ്മാവന്റെ വീട്. അയ്യോ, ഇത് എന്റെ അമ്മാവന്റെ വീടല്ല. എന്റെ പൊന്നു സാഹിബ്, ഇത് എത്രാമത്തെ തവണയാണ് അമ്മാവന്റെ വീട് അതാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണത്? എന്താണ് ഈ കാണുന്നത്? എന്താണ്? നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ. എന്റെ സായിപ്പ്, അത് വയലൊന്നുമല്ല. പിന്നെ അതാണ് എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള MG റോഡ്. അത് ടാർ ചെയ്യണാണ് കാണുന്നത്, അല്ലാണ്ട് വയല് എത്തണമെന്നല്ല. വയല് നികത്തുന്നതല്ലേ? അല്ല. കണ്ടാൽ വയല് പോലുണ്ടല്ലോ. MG റോഡ് കണ്ടാലും വയല് കണ്ടാലും ഒരേപോലെ എന്താ തോന്നുന്നുള്ളത്? ആണല്ലേ? അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല. നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേട്ടാ. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും? വിദ്യാഭ്യാസം വേണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ. ഓ, ആ വണ്ടി പോയ പോക്ക് കണ്ടോ? എന്തൊരു സ്പീഡാണ്! എന്താണ്? തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ. അതാണ് അതിന് അത്ര സ്പീഡിൽ പോയത്. നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതെ, ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അമ്മാവന്റെ വീട് തപ്പി പോവാ. നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ. എന്താണ് കാരണം? എന്താണ് കാര്യം? പറ. ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ, കമ്പ്യൂട്ടറുകൾ, കൃഷികൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പാണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ. ഇതെല്ലാം കമ്പ്യൂട്ടറൊക്കെ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു. ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ടില്ല. ഇവിടെ ഇറക്കുമതി ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? കടാര, കുന്തം, കുറുവടി, AK-47 ബോംബ്. അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ കമ്പ്യൂട്ടർ അല്ലേ? ഓ മൈ ഗോഡ്, ഭീകരാക്രമണം. അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം. ഓ മൈ ഗോഡ്, ആ വണ്ടി പോയ സ്പീഡ് കണ്ടോ? സ്പീഡിലാണ് പോയത്. തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതെല്ലേ? എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്? നമുക്ക് അമ്മാവന്റെ വീട് നോക്കാന്ന്. അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? അമ്മാവന്റെ വീട് സായിപ്പ് കേറി ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മാവന്റെ വീട്. അമ്മാവന്റെ വീട് അന്വേഷിച്ച് അമ്മാവന്റെ വീട് നിത്തു അമ്മാവന്റെ വീട്. ഓ, അത് അമ്മാവന്റെ വീടല്ല, ഫ്ലാറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല. എന്താണ് ഇപ്പൊ വേണ്ടത്? നിങ്ങൾ ജപ്പാനിൽ വന്ന് നോക്കൂ, അവിടെ വന്ന് നോക്കൂ. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത്.
എന്താണ് ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത്. ജപ്പാനില്? ആ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഫീമെയിൽ ആയിട്ടാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ കൺട്രി ഫെലോസ് എന്തു ചെയ്യാനാണ്. ഓ മൈ ഗോഡ്, എന്താണ്? ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? ആ. തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും. നല്ല സ്പീഡിൽ ഓടാമല്ലോ. സ്പീഡിലോടെ ജപ്പാന്റെ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാല് എന്റെ പൊന്നു ജപ്പാൻകാരെ 10 മണിക്ക് കാലത്ത് 10 മണിക്ക് ഓട്ടോറിക്ഷ കയറിയതാണ് അമ്മാവന്റെ വീട്ടിൽ പോകണമെന്ന്. എവിടെ അമ്മാവന്റെ വീട്? നേരെ ഇട്ടാറ ഇനി ആൾ അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ? എവിടെ എന്റെ അമ്മാവന്റെ വീട്? കേറി എന്റെ അകത്ത് കയറി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ആക്കിത്തരാം. ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് അമ്മാവന്റെ വീട്. എന്ന് തോന്നുന്നു. ബാറ് പൂട്ടുന്നതിന് മുമ്പ് അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തു. കിട്ടി അമ്മാവന്റെ വീട് കിട്ടി. ചുമന്ന ഗേറ്റ്, അമ്മാവന്റെ വീട്. ഹായ്, അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചു. ഇതാണ് അമ്മാവന്റെ വീട്. ഓക്കേ, 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 ഓക്കേ. സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓട്ടോക്കാരാ, ആ. എത്ര രൂപയായി? എന്താണിത്? ഹൗ മെനി റുപ്പീസ്? മീറ്ററിൽ നോക്കിക്കോ, 2500 രൂപ. ഓ മൈ ഗോഡ്, 2500 ആ. റുപ്പീസ്. അത് കൂടുതലാണ്. ജപ്പാൻകാരൻ വണ്ടി കയറിയപ്പോ തുടങ്ങി പറഞ്ഞല്ലേ ജപ്പാന്റെ എഞ്ചിൻ വെക്ക്, ജപ്പാന്റെ മെഷീൻ വെക്ക്, ജപ്പാന്റെ മീറ്റർ വെക്കുന്നത്. ആ. ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ. അതിന് ഇത്തിരി സ്പീഡ് കൂടും. കർത്താവേ കാത്തോളേ. എന്താടാ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല? ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ. എന്ത് സഹായം? നീ സൂക്ഷിച്ച് നടന്നോളാം. നിന്നെ എസ് ഐ മാത്യു സാർ പൊക്കാൻ സാധ്യതയുണ്ട്. എന്നെ എന്തിനാ എസ് ഐ മാത്യു സാർ പൊക്കണം? അതൊരു വലിയ സംഭവമാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ആയപ്പോ ഞാൻ ഈ പുള്ളിയുടെ വീടിന്റെ വാതിക്കൽ കൂടി പോകുമായിരുന്നു. പെട്ടെന്ന് മുകളിൽ ബെഡ്റൂമിൽ ഒരു ലൈറ്റ്. ആരാ? എസ് ഐ സാറിന്റെ മോള്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി. മതിൽ ചാടിയിട്ട് ആ മൂവാണ്ടമാവ് കൂടി പെടച്ച് അങ്ങ് മുകളിലേക്ക് കയറി. അപ്പൊ അവൾ എന്ത് ചെയ്യാൻ പോവാ? എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോണു. ഞാൻ എന്നിട്ടുണ്ടല്ല ഈ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കൂടി തല ഇങ്ങനെ ഇട്ടങ്ങ് നോക്കിയപ്പോ പെട്ടെന്ന് പുറകിന്ന് ആരാന്നൊരു വിളി. ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞു ഒറ്റ ഓട്ടാങ്ങോട് ഓടി. എടാ മഹാഭാവി, നീ അല്ലെങ്കിൽ എന്നെ നാട്ടിച്ചിട്ട് അടങ്ങുള്ളൂ. നിന്റെ മേലെ നിന്റെ കൂട്ടി നടന്നു പോലും. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റില്ല. നീ തൊമ്മാന്ന് വിളിച്ച് എന്റെ പുറകെ വരുന്നത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തിയിരിക്കാണ്. പറഞ്ഞേക്കാൻ ഞാൻ എല്ലാ പരിപാടിയും നിർത്തിന്നാ? നീ 2 ദിവസമായിട്ട് എവിടെ ഇരുന്ന്? എടാ ഞാൻ മോഷണോ പിടിച്ചുപറിയൊക്കെ നിർത്തി. ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു, കുമ്പസാരിച്ചു. ഇനി മേലാൽ മോഷണിക്കൂല, പിടിച്ചുപറിക്കൂല, എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പോയി. അതൊക്കെ പോട്ടെ, കക്ഷത്തിൽ എന്തായിരിക്കണം? കക്ഷത്തി ബൈബിള്. ആ കൊള്ളാലോ, ഇതെവിടെ നിന്ന് കിട്ടി? ഇന്നലെ കുമ്പസാരിച്ചോണ്ടിരിക്കുമ്പോ പള്ളിയിലെത്തിന്റെ അടിച്ചു മാറ്റിയത്. അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ. പിന്നെ നീ പറഞ്ഞത് ശരിയാടാ. നമ്മൾ ഈ കൊലപാതകവും പിടിച്ചുപോരായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുമല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുത്തു. അന്തസ്സായിട്ട് പണി വെച്ചിരിക്കല്ലേ? പണി ഉണ്ടാ നീ വാന്ന് ഞാനല്ലേ പറയണ. എന്റെ ആശാനെ രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണം, അല്ലാതെ ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല. എടാ പൂക്കളായിട്ട പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം നടത്തിയൊന്നുമില്ല. വിളിച്ചു പറ. അവര് നമ്മളെ പിള്ളേർ ശരിക്കും കൂണുണ്ടല്ലോ. ഇതെന്താ കേസ്? എന്താടാ? എന്താ കേസ്? ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല. ഒരു ബോർഡ് എഴുതി വെക്കണം. അതാണ് രാവിലെ ഞാൻ പറഞ്ഞ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്നാ ബോർഡ് എഴുതി വെക്കാശാനെ. എന്തായാലും ഇനി നമ്മുടെ കച്ചവടം പൊടി പൊടിക്കും. ഇത് നെയ്മീൻ. ഇത് നെയ്മീൻ. ഇത് ചാളയല്ലേ? ചാളക്കെന്താണോ നെയ്യില്ലേ? ചാളക്ക് നെയ്യുണ്ട്, പക്ഷെ ഇത് നെയ്മീനല്ലല്ലോ. വേണമെങ്കിൽ മേടിക്കണോ? അല്ല പിന്നെ നമ്മളോട് കളി. ഇവിടെ മീൻ വിൽക്കപ്പെടും. ഇവിടെ മീൻ വിൽക്കപ്പെടും. അപ്പുറത്തല്ല. പിന്നെ ഇതെന്തിനാ ഇവിടെ എന്ത് വെച്ചേക്കണത്? ഇവിടെ വേണ്ട. ഇവിടെ മീനിന്റെ ആവശ്യമൊന്നുമില്ല. മീൻ വിൽക്കപ്പെടുന്നതിന്റെ ആവശ്യമൊന്നും ഇവിടെ വേണ്ടല്ലേ? നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ടെന്ന്. ഇവിടെ വെട്ടിക്കള. ഇവിടെ വേണ്ട. മായ്ക്കടാ. ഇനി ഇവിടെ എന്ന് പറഞ്ഞ് ബഹളം വെക്കണം. ഇവിടെ കളഞ്ഞു. ഇപ്പൊ എന്ത് വൃത്തിയുണ്ട്? ഇനി ഓക്കെ ആണ്. ചാളേ. ഹലോ, ചാള ഉണ്ടോ? ചാള ഉണ്ടാന്നറിയാൻ പാടില്ല. ചായ കുടിച്ചിട്ടുണ്ടാവും. അല്ലെ ഞങ്ങള് രാവിലെ പിടിച്ചാണ്, ചിലപ്പോ ചായ കുടിച്ചാണ്. കലയാക്കണേ. അയിലുണ്ട, മണങ്ങ്, പിന്നെ മണങ്ങുണ്ട്, മുള്ളൻ ഉണ്ട്, കട്ടിലുണ്ട. പിന്നെ കട്ടിലുണ്ട്. അല്ല ചേട്ടൻ ഏതാ വേണ്ടത്? എനിക്കിതൊന്നും വേണ്ട. ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം. അത് പറയാൻ വേണ്ടിട്ട് എന്താ എഴുതി വെച്ചേക്കണത്? മീൻ
വിൽക്കപ്പെടും. ആ വിൽക്കപ്പെടും. നിങ്ങളിവിടെ എന്ത് പരിപാടി നടത്തുന്നത്? മീൻ വിൽക്കപ്പെടും. ചക്കയും മാങ്ങയൊന്നുമല്ലല്ലോ. അല്ല മീൻ മീനല്ലേ വെക്കണം. പിന്നെ എന്തിനാണ് മീൻ വിൽക്കപ്പെടും എഴുതി വെക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? മീൻ വിൽക്കപ്പെടുമെന്ന് വേണ്ടല്ലേ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ മീൻ വേണ്ട. മീൻ വേണ്ട. ആ. എടാ, ഞാൻ പറഞ്ഞടാ മീൻ വേണ്ട, ഞാൻ പറഞ്ഞടാ കഴുതേ. മീൻ വേണ്ട, ഞാൻ മാറ്റിക്കളയാം. മായ്ക്കടാ. പിന്നെ മായ്ക്ക്. മീൻ വേണ്ട, മായ്ച്ചോളാം. ഹലോ, പരിപാടി പുതിയ ബിസിനസ് മീൻ കച്ചവടം. കൊള്ളാം. ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ആ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ വിൽക്കപ്പെടും? അതെ. അല്ല, വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ? അതെ. പിന്നെ എന്തിനാ വിൽക്കപ്പെടും പറഞ്ഞു വെച്ചേക്കണത്? അതിന്റെ ആവശ്യമില്ല, എടുത്ത് കളഞ്ഞേക്ക്. വിൽക്കപ്പെടുമെന്ന് വേണ്ടല്ലേ? വേണ്ട, ആ, കളഞ്ഞേ. വിൽക്കപ്പെടും. എടാ നിന്നോട് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞാടാ വിൽക്കപ്പെടുമെന്ന് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വിൽക്കപ്പെടും മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. ബോർഡേ മാറ്റി. അത് ഞാൻ മാറ്റിക്കോളാം. ബോർഡ് വേണ്ട. ബോർഡ് വേണ്ട, അങ്ങ് പോട്ടെ. അല്ല പിന്നെ നീ വിളിച്ചു പറ. ഹലോ, ഇതെന്താണ് രണ്ടുപേരോട് മീനൊക്കെ നിരത്തി വെച്ചിട്ട് എന്താ പരിപാടി? മീൻ നിരത്തി വെച്ചിട്ട് ക്യാരംസ് കളിക്കുവോ? കണ്ടാൽ അറിഞ്ഞൂടെ, മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ്. ആ, മീൻ കച്ചവടം ചെയ്യാനിരിക്കണാണ്. എന്റെ പൊന്നിയേട്ടാ, നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്കിത് ഇപ്പൊ മനസ്സിലായത്. മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന്. പുതിയതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ? എന്തെന്ന്? ഇവിടെ മീൻ വിൽക്കപ്പെടും, എന്നാലേ ആളുകൾ വന്ന് വാങ്ങിക്കുള്ളൂ. ആണല്ലേ? എന്തിട്ട് മനുഷ്യരാടും. എടാ തലയാ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്റെ മുമ്പിൽ സംസാരിക്കില്ല. സംസാരിക്കുവാ നീ? ഇല്ല. എടാ, നിന്നോട് ഞാൻ പറഞ്ഞു. സംസാരിക്കില്ല. ഇനി മേലാൽ നീ പറഞ്ഞ ബിസിനസ് ചെയ്യാ. ആണല്ല, ഇനി ബിസിനസ് ഞാൻ പറയും, നീ എന്റെ കൂടെ വാ. വാടാ. ഓക്കെ. വാടാ. പിടി. വാ. അയ്യോ. ഈ നടപ്പാതയിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറാവ്യാധികൾ, അലച്ചിൽ, പുകച്ചിൽ, വായുവിന്റെ കോപം, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് കേട്ടോ ഈ മരുന്ന്. ഇത് ഒരു ബോട്ടിൽ 10 രൂപയാണ്. ഈ മരുന്നിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഈ ഗ്ലോബലച്ചാതി എണ്ണ വെട്ടിയാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ, വ്യാധികൾ, മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് പുളിച്ചു തികട്ടിലുണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തൈലം എടുത്ത് ഒരു അബുൺസ് കുടിച്ചാൽ മതി കേട്ടോ. ഈ തൈലത്തിന് വെറും 10 രൂപയുള്ളൂ. ഈ തൈലത്തിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഇല്ലാട്ടാ, നുണ പറയണ്ടാ. ആ നുണ പറയണാണ്. രണ്ടുപേരും കള്ളന്മാരാണ്. സത്യം എനിക്കറിയാവുന്നതല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മൃഗങ്ങൾ കൂടിയുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മളുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ല. ഗോബ്ലച്ചാതി എണ്ണ. അതെ, ഗോബ്ലച്ചാതി എണ്ണ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാദം, പിത്തം, കഫം, മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റിയ ദിവ്യ ഔഷധമാണ്. തട്ടിപ്പാണ്ടാ. ആ തട്ടിപ്പാന്ന്, 2 തട്ടിപ്പാ. എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത് ഉമ്മാര്. സത്യമായിട്ടും ചെമ്പരത്തി, അരുതുമരുന്ന്, ചെറുതനമരുന്ന്, തേങ്ങ വേണ്ട, മാങ്ങ, മൂങ്ങ, കായാമ്പൂ, കരിങ്ങാട്ടപ്പൂ, ചകിരി, ചിരട്ട, ചാക്കിരി, നെല്ലിക്ക, തന്നിക്ക, ഗോവയ്ക്ക, വെണ്ടയ്ക്ക, ദിവ്യ ഔഷധങ്ങൾ ഉരലിട്ട് അരച്ചു വരുന്ന ഊറ്റി ദ്രാവകമാക്കിയ ഒരു ദിവ്യ ഔഷധമാണ് ഗോബ്ലച്ചാതി. പിന്നെ എനിക്കറിയാവുന്നതല്ലേ ഇവന്മാരെ രണ്ടിനെയും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ൂടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ. ആ, ഈ കഴിഞ്ഞ ആഴ്ച. എന്റെ ദൈവത്തിനാണ് സത്യം. ഗോബ്ലച്ചാതി എണ്ണ. കാലിലാകുന്ന വേദന. ആവശ്യമില്ലാത്ത മരുന്നുമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പോയിട്ട് ഇറങ്ങിയൊക്കെയല്ലേ നീക്ക. ഇത് ഉടായിപ്പല്ല, തൈലമാണ്, തൈലം. ഗോബ്ലച്ചാതി എണ്ണ. നിങ്ങൾ രണ്ടിനെ കച്ചേരി പഠിക്കിട്ട് ആൾക്കാർ തല്ലിയിടിച്ചത്. ഏത് മഹാഭാവിയാണ് ഈ വിളിച്ചു പറയുന്നത്? നമ്മളിവിടെ മരുന്ന് കച്ചവടം നടത്തിയ പാരാണ് അവിടെ ഇവിടെ നമ്മൾ കള്ളന്മാരാണ്. ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ. തട്ടിപ്പാന്ന്, വെറും തട്ടിപ്പ്. ഒരാളല്ല, 2 പേരും തട്ടിപ്പാ. എന്റെ അച്ഛനും ചേട്ടനും അല്ലേ, എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാമോ? 4 2 പേരും. നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞ് പൈസ കളയേണ്ട കേസില്ല കേട്ടോ. ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം. ഓക്കെ. എടാ, വൈഫ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ വിളിക്കാം. അയ്യോ, എന്റെ അല്ല കൂട്ടുകാരന്റെ വൈഫ്, ആരോടും പറയണ്ട. ഓക്കെ. അയ്യോ.